السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين والمؤمنين. اللهم صل وسلم على رسولك نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من تدبر سورة الأنعام. وكيف حالكم؟ الحمد لله. الحمد لله بإذن الله. بإذن الله الحمد لله. مصطفى شيخ എവിടെയാണ്? അല്ലേ യു എ തന്നെയല്ലേ? الحين أنا في شارجة. ഷാരിഖ. മാഷ എല്ലാവരും നമ്മൾ തന്നെ. ഞാനാ ഗൾഫുകാരുള്ളത്. അപ്പൊ ഇതെല്ലാവരും വായിച്ചു നോക്കിയാ? ഒന്നുകൂടെ വായിച്ചു നോക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ മെസ്സേജ് ഇട്ടിരുന്നു. വായിച്ചിട്ടാണ് കയറേണ്ടത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഹംസ ഷാർജയിലാണ്. ഹംസ ഷാർജയിലാണ്. ഷാരിഖ ഷാർജയില്. അല്ല, ഷാരിഖ എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറബിയിൽ? ഷാർജ എന്നാ പറയുക. ഷാർജയിലാണ്. അതെ, കൈഫ തുക്തബ് ഷാരിഖ എങ്ങനെയാണ് എഴുതപ്പെടുക? അറബിയിൽ എങ്ങനെ എഴുതുക? ഷീൻ അലിഫ് റാ ഖാഫ് താ മർബൂത്ത. ജീമുണ്ട് അവിടെ? لا لا ما في جيم. قاف بدون جيم. ايوه അതെ. അതാണ് ഷാരിഖ എന്ന് പറയുന്നത്. ശരി, ഓക്കെ. ഹംസ പുലാമന്തോളാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എല്ലാരും വായിച്ചോ? എല്ലാരും വായിച്ചു. അപ്പൊ അതിന്റെ അർത്ഥങ്ങളൊക്കെ കിട്ടിയോ? ഉസ്താദ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെ? ഉസ്താദ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ഞാൻ തന്നത് ആദ്യം വാക്കർത്ഥം പഠിക്കണം. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? വായിക്കണം, ഒന്നും കൂടെ വായിച്ചു നോക്കണം. അപ്പം വാക്കർത്ഥം കിട്ടുന്നത് നോക്കണം. വാക്കർത്ഥം കിട്ടിയാലേ എനിക്ക് നിങ്ങളെ തദബ്ബറാക്കാൻ പറ്റും. വാക്കർത്ഥം നേരത്തെ കിട്ടിയിട്ട് വരണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചതിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചിന്തിപ്പിക്കാൻ പറ്റും, അല്ലേ? അപ്പോ ഇനി മുതൽ എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യണം? ആദ്യം തന്നെ അർത്ഥം വായിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. സംശയമുണ്ടോ? ഗ്രാമറിലോ വാക്കൃത്തിലോ സംശയം ഉണ്ടെങ്കിൽ നമ്മള് അസൈൻമെന്റ് ഗ്രൂപ്പിലിടണം. അസൈൻമെന്റ് ഗ്രൂപ്പാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അസൈൻമെന്റ് ഗ്രൂപ്പിലിടണം. അപ്പോ ഒരാളല്ലെങ്കിൽ വേറൊരാളെ മറുപടി അറിയാം. നിങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ. അപ്പോൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുക, തദബ്ബർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരാൾക്ക് സംശയം ചോദിച്ചാൽ വേറൊരാൾ മറുപടി അറിയാം. അപ്പോഴേ ഡിസ്കഷൻ നടക്കുമ്പോഴാണ് ഞാൻ നോക്കുക. പെട്ടെന്നൊരു മെസ്സേജ് വന്നാൽ ചിലപ്പോൾ നോക്കണമെന്നില്ല. അപ്പോൾ ഡിസ്കഷൻ എന്തോ സീരിയസ് ആയിട്ട് നടക്കുമ്പോഴാണ് നോക്കുക. അപ്പൊ അറിയാത്ത അദ്ദേഹത്തിനെ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് കൺക്ലൂഷൻ ആയിട്ട് വേണം ക്ലാസ് എടുക്കാൻ. ഉപസംഹാരം. ശരി, ഇപ്പൊ മിക്കവാറും പേര് വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഒരാള് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വായിക്കാം. അർത്ഥം മനസ്സിൽ വരുന്നോ നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله فارق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنى تؤفكون فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم وهو الذي جعل لكم
النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعه إن في ذلكم لآيات لقوم يؤمنون وجعلوا لله شركاء الجن وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. അപ്പോ ഇവിടെ ഒരു വാക്കില് ഇടയ്ക്ക് ചില സംഗതികളോട് ഇങ്ങനെ തജീവ് നോക്കി പോണം. കിൻവാൻ എന്ന് പറഞ്ഞിടത്ത് എന്താ നിയമമുള്ളത്? സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഗാം നാഖിസ് ബിഗുന്ന, മണിക്കലോടുകൂടി ഇദ്ഗാം ചെയ്യണമെന്നാണ്. ഇവിടെ ഒരേ പദത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഇദ്ഹാറാണ്. അതുകൊണ്ട് അവിടെ സുക്കൂൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ സംഗതി വായിക്കാണ് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയപ്പോ ഈ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടാണോ നിങ്ങൾ വായിച്ചു നോക്കിയത്? അതെല്ലാം ചേർത്ത് വായിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഇന്നല്ലാഹ ഫാലിഖുൽ മുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് എന്ന് നിർത്തിയിട്ട് ജാലികുമുല്ലാഹ് എന്നൊന്ന് പറഞ്ഞു നോക്കിയത്. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ആ പറഞ്ഞ രണ്ടു കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവനാണല്ല. അല്ലാതെ ചേർത്ത് വായിച്ചു നോക്കി ഇങ്ങനെ എല്ലാരും വായിക്കുന്നത് ഇങ്ങനെ വായിച്ച വല്ലാതെ ഫെറ്റ് ഉണ്ടാവുമോ? ഉസ്താദ് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അർത്ഥം കറക്റ്റ് ആയിട്ട്. അവിടെ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലായി. ചില ഇമാമുകളുടെ പിന്നിൽ നിന്നാൽ അത് നന്നായിട്ട് മനസ്സിലാവും. അപ്പോഴാണ് ഞാൻ ഓതിയപ്പോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തതുപോലെ അവർ ഓതിയപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ആശയം മനസ്സിലാക്കി അതിന്റെ ഗൗരവത്തോടുകൂടി പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അതിന്റെ ഒഴുക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് തജ്വീദ് മാത്രം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒഴുക്കും തജ്വീദും മാത്രമേ അതിനകത്ത് ഉണ്ടാവൂ. സംഗതി നിർത്തേണ്ടതൊക്കെ നിർത്തിയിട്ടുണ്ടാവും, ഇവിടെ പറഞ്ഞിടത്തൊക്കെ നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ സംഗതി പറഞ്ഞവര് പരമ്പരാഗതമായ വായനയായിരിക്കും. അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാവില്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് എന്തുകൊണ്ട് അവിടെ നിർത്താൻ പറഞ്ഞു? ആ രണ്ട് വാക്കില ദാലിക്കുമുല്ലാ എന്ന് പറയുമ്പോൾ അതാണല്ലാ അല്ലെങ്കിൽ അവനാണല്ല എന്ന് പറയുമ്പോൾ അതിനൊരു ഗൗരവം ഉണ്ടാവും. അതേപോലെ ഓരോ സ്ഥലത്തും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നിർത്തി നോക്കിയാൽ കാര്യം മനസ്സിലാവും. അതിനാണ് പണ്ഡിതർ ഈ അടയാളങ്ങളെ കൊടുത്തത് പണ്ഡിതന്മാരാണ് കേട്ടോ. അവിടെ ഒന്നും ഖുറാനില് അടയാളങ്ങളില്ല. ചില സ്ഥലങ്ങളിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ സ്ഥലം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. വഖഫ് ജിബ്രീൽ എന്നാ അതിന് പറയാ. ജിബ്രീൽ അലൈഹി സ്വലാം പാരായണം ചെയ്ത സമയത്ത് നിർത്തിയിട്ടുള്ള സ്ഥലം അവിടെ ഉണ്ടാവും. ഇവിടെ
അതുകൊണ്ടാണ് ചെറിയ അക്ഷരത്തിൽ അടയാളം കൊടുത്തിരിക്കുന്നത് അവിടെ നിർത്താനുള്ള. അപ്പൊ നിർത്തിയാലുള്ള ആശയം പൂർണ്ണമാകും, ആശയം ഗൗരവവത്താകും, ശ്രദ്ധ ആകർഷിക്കും, കേൾക്കുന്നവൻ ആശയം മനസ്സിലാകും. അവിടെ നിർത്താതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയിൽ നിർത്തിപ്പോകുന്നത് കൊണ്ട് ആശയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവിടെ നിർത്താനുള്ള അടയാളം പണ്ഡിതന്മാരെ കൊടുത്തിരിക്കുക. ഓക്കെ, ഗ്രാമർ വാക്കർത്ഥം എന്തെങ്കിലും മനസ്സിലാകാതെ പോയിട്ടുണ്ടോ? ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബ്, ഹബ്ബിനെ പിളർത്തുന്നവൻ അവനാണ്. അപ്പൊ ഹബ്ബും നവയും തമ്മിൽ എന്താ വ്യത്യാസം? ധാന്യം ധാന്യങ്ങളാണ് ഹബ്ബ് ധാന്യം. ആ നവ എന്ന് പറയുന്നത് കുരുക്കള് കുരു തന്നെ പറയും. അതിന്റെ ഉള്ളിലുള്ള സീഡ്. കുരു അതിന്റെ തന്നെ ഉള്ളിലുള്ള രണ്ടും ഒന്നാണോ രണ്ടാണോ? രണ്ടാണ്. രണ്ടാണ്. ഈ രണ്ട് ഭാഗമുള്ളതായിരിക്കും രണ്ട് ഭാഗമുള്ളതായിരിക്കും. ഹബ്ബ്. ഹബ്ബാണോ രണ്ട് ഭാഗമുള്ളത്? കുരു എന്ന് പറയുമ്പോഴത്തേക്ക് പഴമുണ്ട്, പഴത്തിനകത്തുള്ള കുരു. ധാന്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ധാന്യം. അതായത് ഇപ്പൊ അരി ആകട്ടെ, നെല്ല്, ഗോതമ്പ്, അതുപോലെ അതുപോലെ സാധനങ്ങൾ, അതൊക്കെ ധാന്യങ്ങളാണ്. അതങ്ങനെ തന്നെ ഉണ്ട്, ധാന്യങ്ങൾ അങ്ങനെ തന്നെ ഉള്ളതാണ്. കുരു ആകുമ്പോഴത്തേക്ക് വേറെ ഒന്നിനകത്താണുള്ളത്, പഴത്തിന്റെയോ അല്ലെങ്കിൽ അതുപോലെ സാധനമുള്ളതിന്റെ അകത്ത്. അപ്പൊ ഇതിനെല്ലാത്തിനെയും പിളർത്തുന്നവൻ അല്ലാഹുവാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ മഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി. ജീവനുള്ളതിൽ നിന്നും, ഇവിടെ ഒരു സംഗതി മനസ്സിലാക്കേണ്ടത്, ആദ്യം പറഞ്ഞത് ക്രിയാരൂപത്തിലാണ്, രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞപ്പോ യുഖ്രിജു കൊണ്ട് തുടങ്ങി, അപ്പൊ എന്താണ്? ക്രിയാവാക്യമാണ്. രണ്ടാമത് പറഞ്ഞപ്പോ മഖ്രിജുൽ മയ്യിത്ത് എന്ന് പറഞ്ഞപ്പോ അത് നാമം കൊണ്ട് തുടങ്ങി, അപ്പൊ അത് നാമവാക്യമാണ്. ശൈലി മാറ്റി വരുമ്പോഴത്തേക്ക് പദങ്ങൾ അല്ലെങ്കിൽ ക്രിയ പോലുള്ള അതേ രൂപം തന്നെ ആവർത്തിക്കുന്നതിനാലുണ്ടാവുന്ന വിരസത ഒഴിവാക്കാം. ഓക്കെ, യഖ്രിജുൽ ഹയ്യ, അവൻ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു, മിനൽ മയ്യിത്തി, നിർജീവമായതിൽ നിന്ന്. മയ്യിത്ത് എന്ന് പറഞ്ഞാലും മൈത്ത് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ ഈ സ്ഥലത്ത് രണ്ട് പാരായണവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. യുഖ്രിജുൽ ഹയ്യ മിനൽ മൈത്ത് എന്നും പാരായണമുണ്ട്, മിനൽ മയ്യിത്ത് എന്നും പാരായണമുണ്ട്. പക്ഷേ പറഞ്ഞ് നമ്മൾ പാരായണം ചെയ്യുന്നത് എന്താണ്? ഈ രണ്ട് പാരായണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച് രണ്ടും പാരായണം ചെയ്ത് കളയും. അതായത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ മലയാളികളും കേരളത്തിലുള്ളവരും ഒക്കെ ഫോളോ ചെയ്യുന്നത് ഏത് തിലാവത്താണ്, ഏത് പാരായണമാണ്? ഖിറാഅത്ത് ഹഫ്സ്, റിവായത്ത് ഹഫ്സ് ആൻഡ് ഷാത്തിബി. ഹഫ്സിന്റെ പാരായണം ഷാത്തിബി തരീഖത്ത് അനുസരിച്ചാണ് പാരായണം ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്കടെ കയ്യിലുള്ള മുസാഫില് ആ പാരായണമാണുള്ളത്. അപ്പൊ ഇതെടുത്ത് വെച്ചിട്ട് തിരിച്ച് പാരായണം ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു റിവായത്ത് അനുസരിച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായും അതേ റിവായത്ത് ഫോളോ ചെയ്യണം. ആ റിവായത്തിലുള്ള പദങ്ങൾ എങ്ങനെയാണോ, പാരായണം എങ്ങനെയാണോ, അതാണ് ഫോളോ ചെയ്യേണ്ടത്. നമ്മളെ കയ്യിലുള്ള മുസാഫിന്റെ അവസാനം എഴുതിയിട്ടുണ്ടാവും റിവായത്ത് ഹഫ്സിൻ ആൻഡ് നാസിം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ തെരിയക്കത്തൊക്കെ എഴുതിയിട്ടുണ്ടാവും, അന്ന് ശൃംഖല. അപ്പൊ ഞാനൊരു ഇമാമിനോട് ചോദിച്ചു, നിങ്ങൾ ഓതിയതിൽ പെശകുണ്ടല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയും പാരായണം ചെയ്യാം. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് റിവായത്തിനനുസരിച്ചാണ് പാരായണം ചെയ്തത്? അപ്പൊ അദ്ദേഹത്തിന് മറുപടി ഇല്ല. നിങ്ങൾക്കറിയാമോ, വ്യത്യസ്ത പാരായണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പാരായണം അനുസരിച്ചാണ് ഞാൻ പാരായണം ചെയ്തെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. അങ്ങനെയല്ല, നമ്മൾ ഒരു പാരായണം ഒരു റിവായത്തനുസരിച്ചാണ് പാരായണം ചെയ്യുന്നത്. ആ റിവായത്ത് ഒരാൾ നമസ്കാരത്തിലാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ആ നമസ്കാരത്തിൽ ഒറ്റ റിവായത്തായിരിക്കണം സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഒരു റിവായത്തനുസരിച്ച് പാരായണം ചെയ്ത് വേറെ റിവായത്തനുസരിച്ച് ഇടയ്ക്ക് വാക്ക് മാറ്റി പാരായണം ചെയ്യാൻ പറ്റില്ല. ശരി, അപ്പൊ നമ്മുടെ ഫോളോ ചെയ്യുന്ന റിവായത്തനുസരിച്ച് മയ്യിത്ത് എന്നാണ്. റിവായത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ നമ്മള് ഹദീസ് ആര് റിവായത്ത് ചെയ്താണെന്ന് ചോദിക്കൂലേ? ഹദീസ് ആര് റിവായത്ത് ചെയ്താണെന്ന് ചോദിക്കും. അപ്പൊ നമ്മള് ഇമാം ബുഖാരിയുടെ ആണോ മുസ്ലിമിന്റെ ആണോ ഈ ഹദീസ് ലാജിബാണോ എന്നൊക്കെ നമ്മൾ ഹദീസിനെ കുറിച്ച് ഭയങ്കര ചർച്ച ചെയ്യും.
റിപ്പോർട്ട് ചെയ്തെന്നാണോ? ആ പക്ഷേ പറയുന്ന കേൾക്ക് അതിലേക്ക് വരികയാണ്. ഭയങ്കര ചർച്ച ചെയ്യും. അതേസമയം ഖുർആനെ കുറിച്ച് റിവായത്തുണ്ട് എന്ന വിവരം തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഖുർആനെ കുറിച്ച് റിവായത്തുണ്ട് എന്ന് തീരെ ശ്രദ്ധിക്കാതെയായിരിക്കും നമ്മൾ പാരായണം ചെയ്യുക. നമ്മുടെ മുസാഫിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്ന് ചർച്ച ചെയ്യുമല്ലോ. അതേപോലെ ഖുർആൻ റിപ്പോർട്ട് ചെയ്ത ആരാണെന്ന് ചർച്ച ചെയ്യണ്ടേ? യഥാർത്ഥത്തിൽ ഖുർആൻ റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്ന് ചർച്ച ചെയ്തതിനേക്കാൾ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടത്. കാരണം ഇതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരാൻ പാടില്ല. ഇതൊറ്റ ഒന്നേ ഉള്ളൂ, ഒറ്റ സംഭവമാണ്. മറ്റെന്താണ് ഹദീസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഹദീസുകൾ ഉണ്ടാവും. അപ്പൊ ഇതാണ് സീരിയസ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് തർക്കമില്ലാത്ത വിധം ഒറ്റ റിവായത്തെ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നില്ല, ഇത് വേറെ ആര് റിപ്പോർട്ട് ചെയ്തതാണ് എന്ന ചർച്ചയില്ല. കാരണം ഓരോ പ്രദേശത്ത് ഇപ്പൊ നമ്മളെ മേഖലയിലൊക്കെ വിതരണം ചെയ്യുന്ന മുസാഫിൽ എല്ലാത്തിനും ഉള്ളത് ഒറ്റ റിവായത്താണ്. ആരുടെയും കയ്യിൽ വേറെ റിവായത്തില്ല. ആരുടെയും കയ്യിൽ മീൻസ് ഏതെങ്കിലും പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ കൈവശം ഉണ്ടാകാം. അപ്പൊ നമ്മളെ മുസാഫിന്റെ അവസാനം നമ്മൾ നോക്കുക, റിവായത്ത് ഹഫ്സിൻ നാസിമിൻ എന്നൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ തെരീക്കത്തുണ്ടാകും, തെരീക്കത്ത് ഷാഫിഈ കഴിഞ്ഞിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്ത സഹാബികളുടെയൊക്കെ പേരുണ്ടാവും. അബു അബ്ദുറഹ്മാൻ ഹബീബ് അസുലമി എന്നാണ് ആ റിവായത്ത്. ഹഫ്സിന്റെ റിവായത്തിന്റെ തൊട്ട് മുമ്പുള്ള സഹാബിയുടെ പേര്. ഹഫ്സ് സഹാബിയല്ല. പിന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, അപ്പം ഇമാം ബുഖാരി സഹാബി അല്ലാത്ത പോലെ ഹഫ്സ് സഹാബിയല്ല. അപ്പൊ അദ്ദേഹം പഠിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അബു അബ്ദുറഹ്മാൻ ഹബീബ് സുലമി എന്ന സഹാബിയാണ്. അവര് പിന്നെ എന്തിരിക്കുന്നത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി വഴിയൊക്കെ പോയിട്ട് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജിബ്രീൽ അനില്ലാഹി അസ്സ വജൽ. അപ്പൊ അള്ളാഹുവിൽ നിന്നും ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടി. അത് മുഖേന സഹാബികൾക്ക് കിട്ടി. അത് മുഖേന അവരുടെ അനുചരന്മാർ മീൻസ് അവരുടെ ശിഷ്യഗണങ്ങളിലൂടെ ഹഫ്സിന് കിട്ടി. ഹഫ്സ് പിന്നെ തെരീക്കത്ത് ശാഫിഈ അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ശരിക്കും റിവായത്തിന്റെ അർത്ഥം എന്താണ് പറഞ്ഞത്? റവി എന്ന് പറഞ്ഞാൽ ഉദ്ധരിച്ചു, റിപ്പോർട്ട് ചെയ്തു. സർ ഒന്ന് പറഞ്ഞോട്ടെ. അത് ഈ പാരായണ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേരളത്തില് പല സ്ഥലങ്ങളിൽ പല ഭാഷകൾ സ്റ്റൈൽ ഉപയോഗിക്കും പോലെ പാരായണത്തിലും അങ്ങനെ പല പല രീതികൾ ഉപയോഗിക്കും എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതെ. അപ്പൊ ഖിറാഅത്തുണ്ട്, പാരായണ രീതിയുണ്ട്, അവതരണ രീതിയുണ്ട്. അവതരണ രീതിയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ആരാ പറഞ്ഞത്? ആ ടീച്ചറാണ്. സ്വരം കേട്ട് തന്നെയാണെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ആണോ? ടീച്ചർ ഈ ക്ലാസ്സിൽ സാധാരണ കയറലുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് വന്നത്, കുറെ നാളായി. അതാണ് ശബ്ദം കേൾക്കാത്തത്. ഓക്കെ. അപ്പം ഖിറാഅത്തുമുണ്ട്, അവതരണ രീതിയുണ്ട്. അപ്പൊ അവതരിപ്പിച്ച രീതി 7 ശൈലി അനുസരിച്ചാണ് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ആ ശൈലിയാണ് പ്രാദേശിക ഭാഷ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഭാഷാ വ്യത്യാസങ്ങൾ. ആ റിവായത്ത് ഷാത്തിബി അനുസരിച്ചാണ് നമ്മൾ പാരായണം ചെയ്തു വരുന്നത്. അപ്പൊ പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനിക്കുമ്പോ ഇമാം നമ്മളെ കിതാബ് എടുത്തിട്ട് ഇമാം തബരിയോ ഇബ്നു കസീറോ അതുപോലുള്ള പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുമ്പോ അവര് മൊത്തം ഖിറാഅത്തിനെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയും ഖിറാഅത്തുണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഇന്നൊരു പണ്ഡിതന്റെ വ്യാഖ്യാനം കേട്ട് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് മയ്യിത്ത് എന്നും പാരായണമുണ്ട്, മൈത്ത് എന്നും പാരായണമുണ്ട് എന്ന്. അപ്പൊ അതാ പറയുന്നത്, ഇത് ഷാത്തിബി തരീഖത്ത് തന്നെ അനുസരിച്ച് തന്നെ ആയിക്കണമെന്നില്ല പാരായണം. ശരി, അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഒന്നാണെങ്കിൽ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മളെ കയ്യിൽ ഏതോ മുസാഫുള്ള ആ സംഗതി തന്നെ ഫോളോ ചെയ്യണം. ഈ മുസാഫിലുള്ളത് ബിർറസ്മി ഉസ്മാനി റിവായത്ത് ഹഫ്സിൻ അൻ ആസിം.
പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതെ, പിന്നെ ബാക്കിയും കൂടെ ക്രോഡീകരിച്ചതായിരിക്കും ഇതല്ലേ ഉസ്മാൻ? അത് മുസ്ഹഫ് ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു ക്രോഡീകരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? وذلك بإشراف هيئة العليا من كبار علماء بلاد الشام. അത് വേറെ. കുത്തിബ ഹാദൽ മുസ്ഹഫു, ഈ മുസ്ഹഫ് എഴുതപ്പെട്ടിരിക്കുന്നു. അൽ കരീമു വദുബിത അലാമ യുവാഫിഖു, അതിന്റെ ദുബിത എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അലാമ യുവാഫിഖു റിവായത്തി, അലാമ യുവാഫിഖു റിവായത്തു ഹഫ്സിൻ, റിവായത്തു ഹഫ്സ് ബിൻ സുലൈമാൻ ഇബ്നുൽ മുഗീറത്ത് അൽ അസദിയ്യൽ കൂഫി. അത്രയും എന്താണ് അദ്ദേഹത്തിന്റെ പിന്നെ പേരും കുടുംബ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. റിവായത്ത് ഹഫ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇബ്നു സുലൈമാൻ ബാപ്പയുടെ പേര്, ഇബ്നുൽ മുഗീറ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര്, അൽ അസദിയ്യ അദ്ദേഹത്തിന്റെ കുടുംബ പേര്, അൽ കൂഫി അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേര്. ലിഖിറാഅത്തി ആസിം, ആസിമിന്റെ ഖിറാഅത്ത് അനുസരിച്ച് ഇബ്നു അബിൻ നജ്വദിൽ കൂഫി, അദ്ദേഹം കൂഫക്കാരനാണ്. അത്താബിഈ, അദ്ദേഹം താബിഈയാണ്. അൻ അബി അബ്ദുറഹ്മാൻ, അവരെവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? അബു അബ്ദുറഹ്മാനിൽ നിന്നാണ് അദ്ദേഹം കേട്ടിരിക്കുന്നത്. അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ, അബു അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്, അദ്ദേഹത്തിന് വിളിക്കപ്പെടുന്ന പേരാണ് അബു അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരെന്താണ്? അബ്ദുല്ലാഹിബിന് ഹബീബ്. അബ്ദുല്ലാഹ് ഇബിൻ ഹബീബ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്. ഹബീബ് അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര്. അസുലമി അദ്ദേഹത്തിന്റെ പിന്നെ എന്ത് പറയും കുടുംബ പേര്. അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതെവിടെ നീട്ടി? പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാനിൽ നിന്നും അലി ബിൻ അബി ത്വാലിബ്, അലി ബിൻ അബി ത്വാലിബ് നിന്നും സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് എന്നാണ്. സെയ്ദ് ബിൻ സാബിത്ത് അവരൊക്കെ എന്താണ്? ഖുർആൻ എഴുത്തുകാരാണ്. ഉബയ്യ് ബിൻ കഅബ്, ഇവരെല്ലാം ഖുർആൻ എഴുത്തുകാർ. ഖുർആൻ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ വഹി എഴുത്തുകാരാണ്. വഹി ഉണ്ടാകുമ്പോൾ തന്നെ അവരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും, അവരെഴുതി വെക്കുന്നതാണ്. അത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിജാബു മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. ഏതായാലും റിവായത്തിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? അപ്പൊ ഉസ്താദ് 7 രീതിയില് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അത് ഖിറാഅത്തുകളാണ്. അത് എന്താണ്? അവതരണ രീതികളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് ഹറമിലെ ഇമാം അപ്പൊ 7ഉം പഠിച്ചവരാണ് ഷെയ്ഖ് എന്നുള്ള പദവി? അല്ല, ഷെയ്ഖുള്ള പദവിയല്ല. അതായത് എല്ലാ റിവായത്തും ഖിറാഅത്ത് എന്ന് പറയും. അവതരണ രീതിയും പിന്നെ പാരായണ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു അവതരണ രീതിയിൽ തന്നെ വ്യത്യസ്ത പാരായണ രീതികളുണ്ട്. അപ്പൊ അവതരണ രീതിയും പാരായണ രീതിയും വെച്ചുകൊണ്ട് അശറത്ത് റിവായത്ത്, അശറത്ത് ഖിറാഅത്താണ്. 10 ഖിറാഅത്തുകളാണ് മുത്തവാത്തിറത്ത് എന്ന് പറയും. മുത്തവാത്തിറത്ത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ പ്രസിദ്ധമായത്. ശരിക്കും മുത്തവാത്തിറത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിൽ യോജിക്കാൻ സാധ്യതയില്ലാത്ത വിധം വ്യത്യസ്ത പരമ്പരകളിലൂടെ യോജിച്ചു വന്നത് എന്നാണ്. അതായത് അവരൊന്നും കള്ളം കെട്ടിച്ചമയ്ക്കാൻ സാധ്യതയില്ലാത്ത വിധം പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവരൊന്നും ചിലപ്പോൾ ഒരുമിച്ച് കാണുകയോ കള്ളം കെട്ടിച്ചമയ്ക്കാൻ മാത്രം, ഗൂഢാലോചന നടത്താൻ മാത്രം അവര് ഒരുമിച്ച് കൂടാനോ സാധ്യതയില്ലാത്ത വ്യത്യസ്ത പരമ്പരയിലൂടെ വന്നതെന്നാണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഹദീസ് മുത്തവാത്തിറുണ്ട്, അതേപോലെ ഖുർആൻ ഒക്കെ എന്താണ്? മുത്തവാത്തിറാണ് മൊത്തത്തിൽ. അതായത് വ്യത്യസ്ത പരമ്പരയിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിരിക്കുന്ന ഖുർആൻ ശരിയാണ് എന്ന് പറയുന്നതിന്റെ ഒരു സംഗതി, ഒരു ഭാഗം ഇതുകൂടിയാണ്. അതായത് വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം അവസാനം ചെന്ന് ചേരുന്നത് ഈ സഹാബികളിലാണ്. എന്നിട്ട് അത് റസൂലുള്ളാഹിയിലാണ് ചെന്ന് ചേരുന്നത്. അങ്ങനെ ഏകീകൃതമായ പ്രസിദ്ധമായ ഖിറാഅത്തുകൾ 10 ഉണ്ടെന്നാണ് പറയുന്നത്.
അത് 10 പഠിച്ചവരാണോ ഷെയ്ഖ്? ആ 10 പഠിക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർക്ക് സനത് കൊടുക്കുന്നത്. നമ്മളിപ്പം ഷെയ്ഖ് അബൂബക്കർ ഉസ്താദിന്റെ കയ്യിൽ സനത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ സിൽസില ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സിൽസില എന്താ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സനത് ഖുർആനെ സംബന്ധിച്ചോളം അവർക്ക് സനത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഖിറാഅത്തിൽ സനത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് മൊത്തം അവരെ എല്ലാ ഖിറാഅത്തുകളും അനുസരിച്ച് അവർക്ക് പാരായണം ചെയ്യാൻ കഴിയണം. മാലിം ഷെയ്ഖ് എന്ന് പറയുമ്പോ അർത്ഥം ഗുരുവര്യൻ അങ്ങനെ അല്ലേ ഉദ്ദേശിക്കുന്നത്? ഷെയ്ഖ് അപ്പൊ ഷേഖ് എന്ന് പറയുമ്പോൾ ഗുരു വരികയും, പക്ഷേ ഷേഖ് എന്ന് പറയുമ്പോൾ അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയുണ്ട്. അതായത് ഓരോ സ്ഥാനത്തും ഉപയോഗിക്കുമ്പോൾ അത് വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഇപ്പൊ ഞാൻ ഒരാൾ ഷേഖ് എന്ന് വിളിച്ചാൽ, ഇപ്പൊ ഞാൻ ഷേഖ് മുസ്തഫ തങ്ങൾ എന്ന് പറയും. കാരണം അദ്ദേഹം എന്നേക്കാൾ പ്രായമുള്ള ആളും നമ്മളെ റെസ്പെക്ട് ചെയ്യേണ്ട ആളാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ വേറൊരാളെ ഞാൻ ഷേഖ് എന്ന് വിളിക്കുമ്പോൾ എന്റെ ഗുരു എന്ന അർത്ഥത്തിലായിരുന്നു, എന്റെ ഉസ്താദ് എന്ന അർത്ഥത്തിലായിരുന്നു. അപ്പൊ ഇവര് അവിടെ പണ്ട് അവിടുത്തെ ഇമാമുകൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഷേഖ് എന്ന് വിളിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞു വന്നത് എന്തായിരുന്നു, അവർക്ക് സനത് കൊടുക്കുന്നത് അവർ ഈ 10 ഖിറാഅത്തും അനുസരിച്ച് പാരായണം ചെയ്യുമ്പോഴാണ് അവർക്ക് സനത് കൊടുക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരാളിന് സനത് കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടാവും. എന്നെ സംബന്ധിച്ചോളം എന്റെ ഗുരുനാഥനാണ് സനതുള്ള ആള്, ഞാനല്ല. ഞാൻ എന്റെ നേരെ ഉസ്താദ് സനതുള്ള ആളാണ്. 2 ഷേഖന്മാരാണ് എനിക്കുണ്ടായിരുന്നത്. ഷഹാദത്തുൽ ഖൗൽ എന്ന് പറയും, അതേപോലെ ജമാൽ ഖിർഷ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അതിൽ നിന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ ഒരു ഖിറാഅത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. എന്ത് പിന്നെ നമ്മൾ റെഫർ ചെയ്യും, ഓരോന്നിലെ വ്യത്യസ്തമായ പാരായണങ്ങൾ ഉണ്ട്. ഒരായത്തിൽ ഏതാണ് എന്ന് അവർ ഒറ്റ നൃത്തത്തിൽ ചോദിക്കും. നമ്മളിപ്പം വൈവായിക്ക് പോകുമല്ലോ, ഇത് കഴിഞ്ഞതിന് ശേഷം IAS അതുപോലുള്ള ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈവായിക്ക് പോകുന്നത് പോലെ ഷേഖ് ഡയറക്റ്റ് ചോദിക്കും, ഈ ആയത്തിൽ ഏതൊക്കെ പാരായണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ സൂറത്തിൽ ഏതൊക്കെ പാരായണ രീതിയുണ്ട്, ഈ ഭാഗത്ത് ഏതൊക്കെ പാരായണ രീതിയുണ്ട്. അത് വീണ്ടും ആവർത്തിച്ച് ഒറ്റ ഇരിപ്പിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് അവർക്ക് സനത് കൊടുക്കുന്നത്. അതിലാണ് സനത്തുള്ളതെന്ന് പറയുന്നത്. അല്ലേ ലാലിക്കുമുള്ള. അപ്പൊ ഇതിനെ പിന്നെ പറഞ്ഞു, ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മയ്യിത്തിൽ നിന്നും ജീവനുള്ളതിനെയും, അതേപോലെ മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ, ജീവനുള്ളതിൽ നിന്നും നിർജീവമായതിനെയും എന്ത് ചെയ്യുന്നു, അവൻ പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ ജീവനുള്ളത് ജീവനില്ലാത്തത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മളിപ്പം ധാന്യമായിരുന്നാലും ആ ധാന്യത്തിന് ജീവനുണ്ട്. മുട്ടയെടുത്ത് നോക്കിയാൽ മുട്ടയ്ക്ക് യഥാർത്ഥത്തിൽ ജീവനുണ്ട്. പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കോഴി പോലെ ജീവനുള്ളതല്ല മുട്ട. അപ്പൊ ആ കോഴി ഇടുന്ന മുട്ട എങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നിർജീവമാണ്. കോഴി ജീവനുള്ളതാണ്, മുട്ട നിർജീവമാണ്. ആ മുട്ടയിൽ നിന്നും എന്ത് ചെയ്യുന്നു, പിന്നീട് ജീവനുള്ള കോഴി ഉണ്ടാകുന്നു. അതേപോലെ വിത്തിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നു. അപ്പൊ ചെടികൾ വളർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ എന്തുണ്ട്, അതിന് ജീവനുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് യഥാർത്ഥ ജീവനുണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിലും കാണുമ്പോൾ എന്താണ്, അത് നിശ്ചലമാണ്, നിർജീവമാണ്. അതേപോലെ ജീവനുള്ള മനുഷ്യനെ എന്ത് ചെയ്യുന്നു, മരിപ്പിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഉള്ള മനുഷ്യൻ എന്താണ്, നിർജീവമായ മണ്ണിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതേപോലെ നാം കാണുന്ന നമുക്ക് ജീവനുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത, ഇന്ദ്രിയത്തിൽ ജീവനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അങ്ങനെ കാണുന്ന നിർജീവമായതിൽ നിന്നും ജീവനുള്ളതിനെ ഉണ്ടാക്കുന്നവൻ. അതൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ദാലിക്കുമുല്ലാ, അതാണോ അല്ലാ എന്ന്. കും എന്ന് പറഞ്ഞാൽ ബഹുവചനത്തോട്, അതായത് ഒരു കൂട്ടരെ അഡ്രസ് ചെയ്യുമ്പോഴാണ്, ഒരു കൂട്ടം ആളുകളെ അഡ്രസ് ചെയ്യുമ്പോഴാണ് ദാലിക്കും എന്ന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ദാലിക്ക എന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. ദാലിക്ക എന്ന് പറഞ്ഞാലും ദാലിക്കും എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ദാലിക്ക എന്ന് പറയുമ്പോൾ ഒരാളോട് പറയുന്നതാണ് കിതാബുക്ക എന്ന് പറഞ്ഞതുപോലെ. അതേസമയം ദാലിക്ക എന്നത് കോമൺ യൂസേജും ആണ്, എല്ലാവരോടും പറയാം. ഒന്നോ രണ്ടോ രണ്ടിലധികമോ ആൾക്കാരെ അവിടെ പറയാം. ദാലിക്ക എന്ന് പറയുമ്പോൾ ഒരാളോടാണ് പറയുന്നത്, അത് എല്ലാവരോടും പറയാം. ദാലിക്കുമ എന്ന് പറയുമ്പോൾ ദാലിക്കുമ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ദാലിക്കുമ വായിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയ ശേഷം ഒരു പ്രാവശ്യം ഖുർആൻ നന്നായി ശ്രദ്ധിച്ച് വായിച്ചാരെങ്കിലും ഉണ്ടോ? ദാലിക്കുമ അല്ലമനി റബ്ബി ഫി സൂറത്ത് യൂസുഫ്.
വായിച്ചിട്ടില്ലേ? അപ്പൊ ദാലിക്കും അല്ലാഹ്, അതാണ് അല്ലാഹ്. ഫഅന്നാ തുഫകൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ ഇതെല്ലാം ആയിട്ടും എങ്ങോട്ടാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? ഇവിടെ ദാലിക്കും എന്ന് പറയുന്ന അള്ളാഹിനോടുള്ള അളമത്ത് കാരണല്ലേ? ദാലിക്കും എന്ന് പറയാൻ കാരണം ഞാൻ അത്രയും ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോ അള്ളാഹിന്റെ ഇതിനൊക്കെ എന്ന് ഇവിടെ പറഞ്ഞിട്ടാണല്ലേ തുടങ്ങുന്നത്. അഡ്രസ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് ദാലിക്കയും ദാലിക്കുമായും ദാലിക്കുമ്മും വരിക. സൂറത്ത് യൂസുഫിൽ പറഞ്ഞ എന്താണ്? ആ രണ്ട് ജയിലാളികളോട് ആണ് പറഞ്ഞത്. അപ്പൊ രണ്ട് തടവുകാരെ അഡ്രസ് ചെയ്തിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത്. അപ്പോഴാണ് ചെയ്യുന്നത് കുമാ ഉപയോഗിച്ചത്, ദാലിക്കുമ. കദാലികുന്നല്ലദീ ലുംതുന്നനി എന്ന് പറയുന്നത് കദാലിക്കുന്ന. അപ്പൊ എന്ത് ചെയ്ത് ആ പെണ്ണുങ്ങളെ അഡ്രസ് ചെയ്തിട്ടാണ് കദാലിക്കുന്ന എന്ന് പറഞ്ഞത്. അപ്പോ ഇവിടെ ദാലിക്കും എന്ന് പറയുന്നത് അള്ളാഹിനെ ഉദ്ദേശിച്ചിട്ടല്ലേ? ദാലിക്കും അള്ളാഹ്. കും എന്ന് പറഞ്ഞത് ക എന്ന് പറയുമ്പോൾ ഒരാളോട് പറയുമ്പോഴാണ് ക ഉപയോഗിക്കുക. അത് എല്ലാവർക്കും ഉപയോഗിക്കാം. ദാലിക്കുമ എന്ന് പറയുമ്പോൾ രണ്ടാളോട് പറയുമ്പോഴാണ് അത് വരിക. ദാലിക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടം സ്ത്രീകളെ അഡ്രസ് ചെയ്ത് പറയുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ദാലിക്കും വരിക ഒരു കൂട്ടം ആളെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുമ്പോഴാണ്. ഇതാണ് നിങ്ങളുടെ അള്ളാഹു, അങ്ങനെയായിട്ടാണ് അല്ലേ? ഇതെന്നല്ല, ദാലിക്ക എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹ്. അത് ഈ പറഞ്ഞു വരുന്നതാണ് അള്ളാഹ് എന്ന് മാത്രമല്ല, അതാണ് അള്ളാഹ് എന്ന് പറയുമ്പോൾ ഉള്ളതിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഉന്നതിയും മഹത്വവും ഉദ്ദേശിച്ചിട്ടാണ് എന്ത് പറയുന്നത്? അകന്ന സർവനാമം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അതോ സാർ മുകളിൽ പറഞ്ഞ വിശേഷണങ്ങൾ അതൊക്കെ ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണോ ദാലിക്കുമുല്ലാഹ് എന്ന് പറഞ്ഞു? ഇത്രയും മഹത്വമേറിയ വർക്കുകൾ, ആക്ടിവിറ്റികൾ ചെയ്യുന്നവനാണ് അള്ളാഹ്. അങ്ങനെയാവും. അതെ, ദാലിക്കുമുല്ലാഹ്. അങ്ങനെയുള്ളവനാണ് അള്ളയാകാൻ യോഗ്യതയുള്ളവൻ. നിങ്ങൾ ആരാധിക്കുന്ന പോലുള്ള നിശ്ചലമായ ഒന്നും നന്മയോ തിന്മയോ ചെയ്യാൻ പറ്റാത്ത, ഗുണമോ ദോഷമോ ചെയ്യാൻ പറ്റാത്ത നിർജീവമായ വസ്തുക്കളല്ല ഇലാഹാകാൻ യോഗ്യതയുള്ളവൻ എന്നാണ്. ഫഅന്നാ തുഫകൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? ഫാലിഖുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ. ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ അവ്വലും നഹാറിന് എഴുതുന്നുണ്ട്. പ്രഭാതത്തെ സുബഹ് തന്നെയാണ്, പക്ഷെ ഇസ്ബാഹ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകും. കാരണം സുബഹ് എന്ന് പറയുമ്പോൾ 3 അക്ഷരമാണ്. ഇസ്ബാഹ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? 4, 2, 3, 4 അക്ഷരം, 5 അക്ഷരമായി. ഹംസ്, സ്വാദ്, ദാ, അലിഫ്, ഹ, 5 അക്ഷരമായി. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൂടെ കണക്കാക്കിയാണ് ഇസ്ബാഹ്. പ്രഭാതത്തെ ഉൽപ്പാദിപ്പിക്കുന്നവനാണ്, അല്ലെങ്കിൽ പിളർത്തുന്നവനാണ്. ലൈല സക്കനൻ, ലൈലിനെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. എന്താണ്? സക്കനായിട്ടുണ്ട്, ശാന്തി നേടുന്നതായിക്കൊണ്ട്, സമാധാനം അല്ലെങ്കിൽ വിശ്രമവേള എന്നൊക്കെ പറയാം. ഷംസ, എന്നിട്ട് ഷംസിനെ ഉണ്ടാക്കി തന്നു, ഖമറിനെ ഉണ്ടാക്കി തന്നു. ഹുസ്ബാനൻ, കണക്കിന് വേണ്ടി എന്ത് ചെയ്തു? കണക്ക് നോക്കാൻ വേണ്ടി ഷംസിനെയും ഉണ്ടാക്കി, ഖമറിനെയും ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷംസിനെ വെച്ചും കണക്ക് നിശ്ചയിക്കാം, ഖമറിനെ വെച്ചും കണക്ക് നിശ്ചയിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കാം, അതേപോലെ എന്ത് ചെയ്യാം? ലൂണാർ കലണ്ടറും ഉപയോഗിക്കാം. പക്ഷെ എണ്ണം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നിടത്താണ് വിഷയം. അപ്പൊ നമ്മൾ ഹിജിരി കലണ്ടർ തന്നെയാണ് ഉപയോഗിക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ട് ചായ്വ് ഉണ്ടാവുക. അതേസമയം നമ്മൾ അത് സോളാർ കലണ്ടർ അനുസരിച്ച് എണ്ണം നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതാണ് ഷംസ വൽ ഖമറ ഹുസ്ബാൻ. ഇതിനെല്ലാം കണക്ക് നോക്കാനാണ്. കാരണം ദിവസം മറിഞ്ഞു എന്നറിയണമെങ്കിൽ ഷംസിനെ വെച്ചിട്ടാണ് നമ്മൾ ദിവസം മറിഞ്ഞു എന്നറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എണ്ണം വെച്ചുകൊണ്ടും നോക്കാം. അതുപോലെ നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷംസിനെയാണ്. തഖ്ദീറുൽ അസീസിൽ അലീം, അതാണ് കണക്ക് ഘടന നിശ്ചയിക്കൽ. തഖ്ദീറുൽ അസീസിൽ അലീം, അജയ്യനും അറിവുള്ളവനുമായ.
അജയ്യനും അറിവുള്ളവനുമായവന്റെ കണക്കാണ്, അല്ലെങ്കിൽ ഘടനയാണ് അത്. അജയ്യനാണ് അവൻ. അജയ്യനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാര വസ്തുക്കളല്ല. അതൊക്കെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏതിനെയൊക്കെ ആരാധ്യ വസ്തുക്കളായി പൂജിക്കുകയും ശേഷിപ്പിക്കുകയും അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടോ അവയെ വെച്ചുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകും. അതിൽ ഈ സൂക്തങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയം അവയൊന്നും ഒന്നുമല്ല, മറിച്ച് അജയ്യനായവനും എന്താണ് ഏറ്റവും അറിവുള്ളവനും അഗാധജ്ഞനുമായവന്റെ ഘടനയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ആരാധിക്കുന്ന ദേവതകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ആരാധനാ ഭാവത്തിൽ ചെന്ന് നിൽക്കുന്ന, കുമ്പിടുന്ന, കുനിയുന്ന, അവിടെയൊക്കെ മക്ബറയ്ക്കും അതിന്റെയൊക്കെ ചുറ്റിട്ട് തവാഫൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കെല്ലാം എന്ത് ഇസ്സത്താണുള്ളത്, അവർക്ക് എന്ത് എൽമാണ് അവർക്കുള്ളത് അത് ചോദിക്കാൻ. അതുകൊണ്ടാണ് അതിന്റെ അവസാനം ഈ പറഞ്ഞ വിശേഷങ്ങളുടെ അവസാനം എന്ത് ചെയ്ത് അൽ അസീസ്, എനിക്ക് തഖ്ദീറുൽ അസീസുൽ അലീം വഹുവല്ലദീ ജഅല ലക്കുമുൻ നുജൂമ. അപ്പൊ നുജൂമിനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, നക്ഷത്രങ്ങളെ എന്നല്ല, ഈ പറഞ്ഞതുമായിട്ട് എനിക്ക് യാതൊരു സാദൃശ്യമില്ല. നുജൂം, ഒരുപാട് നക്ഷത്രങ്ങളെ വെച്ചിട്ടുണ്ട്. അൻ നുജൂമ ഇതിലാണ് ലിതഹ്തദൂ ബിഹാ, അത് മുഖേന നിങ്ങൾ നേർവഴി പ്രാപിക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ അവർ സഞ്ചരിക്കുമ്പോൾ അൻ നുജൂമിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദിശ നിർണയിക്കുന്നത്, എങ്ങോട്ട് പോകണം എന്ന് വഴി കണ്ടെത്തുന്നത്. അവിടെ ഇഹ്തിദാ എന്ന് പറഞ്ഞാൽ അവിടെ തഹ്തദൂ എന്ന് പറഞ്ഞാൽ അവരുടെ വഴി, അവർക്ക് പോകേണ്ട വഴി. അപ്പൊ ഈ അക്ഷരാർത്ഥം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇഹ്തിദായുടെ ബാക്കിയുള്ള സന്ദർഭത്തിലെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ശരിയായ വഴി, ശരിയായ പോക്ക്, ശരിയായ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പൊ അത് ജീവിതത്തിന്റെ മൊത്തം ശരിയായിട്ടുള്ള ദിശയാണ് ഇഹ്തിദാ ആകുന്ന ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിലൂടെ ലഭിക്കുന്ന ഇഹ്തിദാ. അപ്പൊ ലിതഹ്തദൂ ബിഹാ, അത് മുഖേന നിങ്ങൾ ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, സമുദ്രത്തിലും പിന്നെ ബറിലും. ബറിൽ പോകുന്ന പറയല്ലോ, ഗൾഫിലുള്ളവരൊക്കെ പറയും ബറിൽ പോവാണ്. ബർ വിശാലമായ മരുപ്രദേശം. ബർ എന്ന് പറഞ്ഞാൽ കരയുന്ന അർത്ഥമുള്ളൂ. ആ വിശാലമായ മരുപ്രദേശത്തിനാണ് അവർ ബറിൽ പോകുന്നത് പറയും. അപ്പൊ ബറ് ആകുമ്പോൾ വിശാലമായി പരന്ന് വിശാലമായി കിടക്കുമ്പോൾ അവിടെ കിഴക്കേതാണ്, പടിഞ്ഞാറേതാണ്, തെക്കേതാണ് ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ അത് കൂരിരുട്ടായാൽ ഒട്ടും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ളുലുമാത്തിൽ ബർ, അന്ധകാരങ്ങൾ, കരയിലെ അന്ധകാരത്തിലും വൽ ബഹർ, കടലിലെ അന്ധകാരത്തിലും നിങ്ങളെ വഴി നിർണയിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ജൂമിന് അനവധി നക്ഷത്രങ്ങളെ അവിടെ വെച്ചിരിക്കുന്നു, ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഖദ് ഫസ്സൽനൽ ആയാത്ത്, ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്? അപ്പൊ അവിടെ ഖദ് ഫസ്സൽനൽ ആയാത്ത് അപ്പുറത്തെ ഇപ്പുറത്തെയും കൂടി ചേർത്ത് വായിക്കാൻ പറ്റില്ല. ചേർത്ത് വായിക്കാൻ പറ്റില്ല, അവിടെ കെളിയിട്ടിരിക്കുന്നുണ്ടോ? അവിടെ ഏകദേശം ആശയങ്ങൾ പറഞ്ഞു വന്ന ആശയങ്ങളൊക്കെയും പൂർത്തിയായി. പിന്നെ പറയുന്നു ഖദ് ഫസ്സൽനൽ ആയാത്ത്, സൂക്തങ്ങളെ നാം എന്ത് ചെയ്തു, വിശകലനം ചെയ്ത് വ്യക്തമാക്കി തന്നിരുന്നു. തിബിയാനം വ തഫ്സീലൻ ലികുല്ലി ഷൈ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞു. ഇവിടെ സൂക്തങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, പ്രമാണങ്ങൾ എല്ലാം വരും ആയത്തിന്. ഈ ആശയങ്ങളെല്ലാം വരും. ഖൗമി യഅലമൂൻ, ആർക്കാണ് ഖൗമി യഅലമൂൻ? നമുക്ക് എന്താ അർത്ഥം പറയാൻ പറ്റുക? ഖൗമി യഅലമൂൻ എന്ത് പറയും? അറിയുന്ന ജനങ്ങൾ, അറിവുള്ളവർക്ക് വേണ്ടി. വിവരമുള്ളവർക്കേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അറിയണമെങ്കിൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വേണോടോ എന്ന് പറയാം. വിവരമില്ലാത്തവർക്ക് പറഞ്ഞ വ്യക്തമാക്കിയതൊന്നും കൊടുത്തിട്ടൊന്നും കാര്യമില്ലാതൊന്നും അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാകുന്നവർക്ക് നാം വ്യക്തമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഖദ് ഫസ്സൽന, വി ഹാവ് ഓൾറെഡി ക്ലിയർഡ് എവരിതിങ്, explained. وهو الذي أنشأكم من نفس واحدة, അവനാണ് ഹുവ,
എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് ളമീർ ആദ്യം പറഞ്ഞത്. വഹുവല്ലദീ അൻശഅക്കും, അവനാണ് നിങ്ങളെ നിർമ്മിച്ചത്, ഉണ്ടാക്കിയത്. മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒറ്റ ഈ ആത്മാവിൽ. നശയും ഖലഖയും ഒരേ അർത്ഥമാണ്. ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. നശഅല്ല, അൻശഅയാണ്. അൻശഅ. അതിന്നാണ് മുൻഷി വന്നത് കേട്ടോ. പണ്ട് മുൻഷി പരീക്ഷ ഉണ്ടായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ. അതങ്ങനെയാണ് അറബി അധ്യാപകരൊക്കെ ഉണ്ടായത്. ആദ്യം കേരളത്തിൽ അറബി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വക്കം മൗലവി അടുത്താണ് രാജാവ് പറഞ്ഞത് നിങ്ങൾ അധ്യാപകരെ നിയമിക്കാന്ന് പറഞ്ഞു. ഒക്കെ വക്കം മൗലവി എഴുതി ഒപ്പിട്ട് കൊടുക്കും, ഇവൻ അധ്യാപകനായി നിയമിക്കാൻ യോഗ്യനാണ്. അപ്പൊ അറബി അധ്യാപനം തുടങ്ങുന്നത് തിരുവിതാംകൂറിലാണ്. തിരുവിതാംകൂറിലാണ് എന്ത് ചെയ്യുന്നത്, രാജാവിനെ സോപ്പിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് വക്കം മൗലവി അവിടെ അറബി വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അവിടെ മദ്രസയിലും പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണോ അത് നിങ്ങളും പഠിപ്പിച്ചാൽ ആൾക്കാർ സ്കൂളിൽ വരും എന്നുള്ളത്. അങ്ങനെയാണ് സ്കൂളിൽ അറിവ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വക്കം മൗലവി എഴുതി കൊടുക്കുന്നത്. പിന്നെ മുൻഷി പരീക്ഷയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് അൻഷ എന്ന് പറഞ്ഞാൽ അവൻ നിർമ്മിച്ചു, ക്രിയേറ്റ് ചെയ്തു എന്ന അർത്ഥത്തിലാണ്. ഇൻഷ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, മലയാളത്തിൽ രചന ഉണ്ടല്ലോ, രചന എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇപ്പൊ എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല, കോമ്പോസിഷൻ. അപ്പോ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതേ വാക്കുണ്ടായത് അൻഷ, നിർമ്മിച്ചു. ഇല്ലാത്തതിൽ നിന്ന് നിർമ്മിച്ചു എന്നതിനാണ് അൻഷയും ഖലഖയും ഒക്കെ ഉപയോഗിക്കുന്നത്. വഹുവല്ലദീ അൻശഅക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരാത്മാവിൽ നിന്ന്, അതായത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന്. ഫമുസ്തഖറുൻ വമുസ്തൗദ. മുസ്തഖറുണ്ട്, എന്താണ് ഉറച്ചു നിൽക്കുന്ന സ്ഥാനം, സ്ഥിരതാമസ സ്ഥലം. മുസ്തൗദ, ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ, ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന സ്ഥലം, കൊടുക്കപ്പെടുന്ന സ്ഥലം. അവിടെ ഗൾഫിലൊക്കെ മുസ്തൗദ ഇല്ലേ? വെയർ ഹൗസ്. അപ്പൊ എന്താ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് സാധനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുത്തയക്കുന്നത്. അങ്ങനെ കൊടുത്തുവിടുന്ന സ്ഥലം, കൊടുത്തുവിടപ്പെടുന്ന സ്ഥലവും അതേപോലെ സ്ഥിരതാവളവും. അപ്പൊ മുസ്തഖർ എന്ന് പറഞ്ഞാൽ റഹ്മ ആണ് എന്ന് പറയപ്പെടുന്നത്. റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം. മുസ്തൗദ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം മുസ്തഖറാണെങ്കിൽ മുസ്തൗദ ഇന്ദ്രിയം പുറപ്പെടുന്ന സ്ഥലം. മിൻബൈനി സുൽബി വത്തറായിബ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് മുസ്തൗദ ആകും. ഇനി അതല്ല മുസ്തഖർ ഭൂമിയാണെങ്കിൽ മുസ്തൗദ കബറാകും. അങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻശഅക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സ്ഥിരതാമസമുണ്ട്, അതേപോലെ പിന്നെ ചെന്ന് അവസാനിക്കുന്ന ഭാഗവുമുണ്ട്. അല്ലെങ്കിൽ പുറപ്പെടുന്ന സ്ഥാനവും പിന്നെ ചെന്ന് നിൽക്കുന്ന സ്ഥാനവുമുണ്ട്. ഇന്ദ്രിയം പുറപ്പെടുന്ന സ്ഥാനവും പിന്നീട് അത് ചെന്ന് വസിക്കുന്ന സ്ഥാനമായ ഗർഭപാത്രവുമുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിലെ സ്ഥിരതാമസ സ്ഥലവും അല്ലെങ്കിൽ ചെന്ന് ചേരുന്ന, മരിച്ചതിന് ശേഷം ചെന്ന് ചേരുന്ന ഖബറുമുണ്ട്. കത് ഫസ്സൽനല്ലായാത്തി, പിന്നും പറയാണ് കത് ഫസ്സൽനല്ലായാത്തി, ക്രിസ്റ്റൽ ക്ലിയറാക്കി തന്നിരിക്കുകയാണ്, സുവ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അല്ലായാത്തി ലിഖൗമി യഫ്ഖഹൂൻ, ഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, ഗ്രഹിക്കുന്നവർക്ക് വേണ്ടി. വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ, അവനാണ് ആകാശത്തു നിന്നും വെള്ളം വർഷിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ അവസാനം മേഘവിസ്ഫോടനം ഉണ്ടായത് എവിടെയാണ്? അവിടെ. നിങ്ങൾ വാർത്ത വായിക്കുന്നോണ്ട് അറിയാമെന്ന് ചോദിച്ചാണ്. കാശ്മീരിലല്ലേ ഇന്നുണ്ടായുള്ളത്? അതെ, കാശ്മീരില്. അപ്പൊ ഇതെവിടെയാണ്? അവിടെ അൻസൽന മിനസ് സമാഇ മാഅൻ ബിഖദർ എന്നാണ്. അള്ളാഹ് കണക്കാക്കിയിട്ടാണ് സംഭവിക്കുന്നത്. അള്ളാഹ്ക്ക് ഒരു കണക്കുണ്ട്, അതനുസരിച്ചാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ അതിന് കാര്യകാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
കാര്യകാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലഹറുൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് അയ്ദിൻ നാസ്. ജനങ്ങളുടെ കൈകടത്തൽ കാരണമാണ് കരയിലും കടലിലും എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ കുഴപ്പമായിട്ട് മുകളിൽ നിന്ന് വർഷിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരുടെ കൈകടത്തൽ കാരണമായിട്ട്. ഒഴുകിപ്പോകുമ്പോൾ അത് യഥാവിധി ഒഴുകിപ്പോകുന്നില്ലെങ്കിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് അയ്ദിൻ നാസ്, ജനങ്ങൾ അതിന്റെ തോളും ആറുമൊക്കെ അടച്ചിട്ട് മുറിച്ചിട്ടൊക്കെ കെട്ടിയത് കാരണമാണ്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും അഞ്ചലമിന് വെള്ളം വീണു, ആ വെള്ളത്തെ തടുക്കാൻ കഴിയുന്നില്ല. വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് കാരണമായി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ആ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, വർഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിന്റെ കാലാവസ്ഥയിലുള്ള ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അസൗകര്യങ്ങൾ ഒന്നും മറികടക്കാൻ ആർക്ക് പറ്റുന്നില്ല, മനുഷ്യന്മാർക്ക് പറ്റുന്നില്ല. സാങ്കേതിക വിദ്യ നമ്മൾ എവിടെയൊക്കെയോ എത്തി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ അന്തരിലെത്തി, എന്താ പറയുക, ചൊവ്വയിലെത്തിയാൽ അപ്പുറം എത്തി, അവിടെയുള്ള സ്പേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷണശാലകൾ വെച്ചിട്ടുണ്ട്. ആ പരീക്ഷണശാലയിലൊക്കെ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് അവിടെ പോയി പിന്നെ നേരത്തെ ഉത്തരാഖണ്ഡിലുണ്ടായപ്പോഴും അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല, വാഹന സൗകര്യം ഇല്ല, മറ്റു ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതെന്താണ് അതിന്റെ അടിസ്ഥാനം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാ സൗകര്യങ്ങളുണ്ട്, ഇവിടെ എല്ലാം ചെല്ലാനുള്ള സ്പേസിൽ സർവീസിനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഈ മനുഷ്യന്മാരുടെ ജീവന് ഒരു വിലയില്ലെന്നാണോ യഥാർത്ഥത്തിൽ? അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. എന്തായിരുന്നാലും അവനാണ് ആകാശം വെള്ളം വർഷിപ്പിക്കുന്നത്. കൃത്രിമ മഴയൊക്കെ വർഷിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ പറഞ്ഞു, കൃത്രിമ മഴയൊക്കെ വർഷിപ്പിക്കുന്നു. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അത്രയും ചെലവഴിച്ചിട്ട് പോലും ഒന്നും ആകുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അത് തടുക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല. അപ്പൊ എന്താണ്, വഹുവല്ലദീ, വീണ്ടും അന്ന് ഇതൊക്കെ ആയത്താണ്, ദൃഷ്ടാന്തങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അതിന് പ്രതിപ്രവർത്തനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പകരം ബദൽ സംവിധാനം ചെയ്യാനോ കഴിയുന്നില്ല. അപ്പൊ അവനാണ് ആകാശത്ത് നിന്നും വെള്ളം വർഷിക്കുന്നത്. അപ്പൊ അഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും ചെടികൾ, നബാത കുല്ലി ഷൈഇൻ, എല്ലാ തരത്തിലുള്ള ചെടികളും അഖ്റജ്നാ ബിഹി, അത് മുഖേന നാം ഉത്പാദിപ്പിക്കുന്നു. അഖ്റജ എന്നത് പുറത്ത് കൊണ്ടുവന്നാകാം, താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്നാകാം, പുറത്താക്കുന്നതാകാം, എന്തായിരുന്നാലും ഉത്പാദിപ്പിക്കുന്നതാകാം, എല്ലാം എന്ത് ചെയ്യുന്നു, അവൻ മുളപ്പിക്കുന്നു. നബാത്ത കുല്ലി ഷൈഇൻ, നബാത്തിന്റെ ഏകവചനം എന്താണ്? കുല്ലി ഷൈഇൻ വഅഖ്റജ്നാ മിൻഹു ഖദിറൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നാം പച്ചപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നു. നുഖ്രിജു മിൻഹു ഹബ്ബൻ, ഹബ്ബിന്റെ ഏകവചനം എന്താണ്? അത് കൊള്ളാം. ഹബ്ബിന്റെ ഏകവചനം ഹുബാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹബ്ബിനോട് ഭയങ്കര ഹുബുണ്ടാവും. ഹബ്ബത്തുൻ ആണ് ധാന്യം, ഹബ്ബത്തുൻ. അതേപോലെ നവാൻ നേരത്തെ പറഞ്ഞു, നവായുടെ പിന്നെ ഏകവചനം എന്താണ്? ഇവിടെ ഹബ്ബത്തിൻ ദീർഘമില്ല, മറ്റിടത്ത് നവാ എന്നാണ് ഹദാ പോലെയാണ് എഴുതുന്നത്. നവാത്തുൻ അലിപ്പിട്ടിട്ട് നവാത്തുൻ എഴുതുന്നതാണ് ഏകവചനം. മിൻഹു ഹബ്ബൻ മുതറാകിബൻ, മുതറാകിബ് എന്താ? ഇവിടെ അതിന്റെ ഇതിന്റെ മൂന്നക്ഷര ക്രിയ ഏതാണ്? റക്കീബ. മൂന്നക്ഷര ക്രിയ റക്കീബ. റക്കീബ മുതറാകിബിന്റെ മൂന്നക്ഷര ക്രിയ അല്ലെങ്കിൽ മൂന്നക്ഷരമുള്ളത് റാ കാഫ് ബ ആണ് മൂന്നക്ഷരം. അതിൽ നിന്നുണ്ടാകുന്ന ക്രിയയാണ് റക്കീബ. റക്കീബ റക്കീബ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനത്തിൽ കയറി, ഒന്നിന് മുകളിൽ ഒന്ന് വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും.
ഞാൻ ഒരു വസ്തു വെച്ചിട്ട് അതിന്റെ മുകളിൽ പിന്നെ അറബി എന്നോട് പറഞ്ഞു അതിന്റെ മുകളിൽ വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മാ ഇജ്ലിസ് എന്ന് പറഞ്ഞു. നമ്മൾ മലയാളം അറബിയാക്കി. എന്താ അർത്ഥം? മാ ഇജ്ലിസ് എന്ന്. അതിന്റെ പുറത്ത് ഇരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവൻ പറഞ്ഞു മാ ഇജ്ലിസ് എന്നല്ല പറയേണ്ടത്, മാ ഇർക്കബ് എന്നാ പറയേണ്ടത്. അപ്പൊ ഒന്നിന്റെ പുറത്ത് വന്നിട്ടൊന്ന്, ഇതാണ് നമ്മൾ അറബി തന്നെ സംസാരിക്കും. എനിക്ക് അവനോട് ഇംഗ്ലീഷ് പറയാം, ഇംഗ്ലീഷ് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നമ്മള് അറിവ് പറഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് പഠിക്കാനുണ്ടാവും, മനസ്സിലാക്കാനുണ്ടാവും. നമ്മൾ മലയാളത്തിന്റെ ഏറ്റവും മുന്നോട്ട് വാക്കുകൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു മാജിൽ സംഭവം. അപ്പൊ പറഞ്ഞു മാ ഇർക്കബ് എന്നാ പറയേണ്ടത്. അപ്പൊ നമുക്ക് പുതിയ സംഭവം പഠിക്കാൻ പറ്റും. അതിന്റെ പുറത്ത് ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഒന്നിന്റെ മുകളിൽ ഒന്ന് വെക്കുന്നതിനാണ് റക്കിബ. അങ്ങനെ വന്നിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് കയറിയതാണ് മുത്തറാക്കിബ്. ഹബ്ബൻ മുത്തറാക്കിബൻ. വമിനൻ നഖ്ലി, അതേപോലെ നഖ്ലിന്റെ ഏകോചനം എന്താണ്? നഖ്ലത്ത്. പക്ഷെ നഖൽ ഇവിടേക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? അതിന്റെ വർഗനാമം എന്ന നിലയ്ക്കാണ്. അപ്പൊ നമ്മൾ നഖൽ എന്നോ ഹബ്ബ് എന്നൊക്കെ പറയുമ്പോൾ ധാന്യത്തെ മുളപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ധാന്യത്തെ മുളപ്പിച്ചു എന്ന് പറയുമ്പം ധാന്യം എന്ന ഒരു കുരു അല്ല ഉദ്ദേശിക്കുന്നത്, ജനറൽ ആയിട്ട് ധാന്യം എന്ന അർത്ഥത്തിലാണ്. അതേപോലെ നഖൽ ഈത്തപ്പനയിൽ നിന്നും എന്ന് പറയുമ്പോൾ ഈത്തപ്പനകളിൽ നിന്നും എന്ന് പറയേണ്ട കാര്യമില്ല. ബഹുവചനമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈത്തപ്പനകളിൽ നിന്നും എന്ന് പറയേണ്ട കാര്യമില്ല. അതെ, കളക്റ്റീവ് എന്നോ എന്തോ സംഭവം പറഞ്ഞാൽ ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, നഖലത്ത് നിന്ന് ഏകവചനമുണ്ട്. മീൻ തൊൽഇഹ, അതിന്റെ എന്താണ്? കൂമ്പാള. അപ്പൊ നമ്മള് പിന്നെ കുല എന്ന് പറയുമ്പോഴത്തേക്ക് മുന്തിരിക്ക് തൊല ഇല്ല, മുന്തിരിക്ക് തൊല ഇല്ല. അതേസമയം ഈത്തപ്പഴത്തിന് എന്തുണ്ട്? തൊല ഉണ്ട്. അപ്പൊ അത് ആദ്യം ഒരു കൂമ്പിൽ നിന്നും വന്നിട്ട് അതിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? കുല വെളിയിലേക്ക് വരുന്നത്. മുന്തിരി കുല എന്ന് പറയുമ്പം അതിനപ്പം നമുക്ക് പറയാൻ പറ്റില്ല. കവിങ്ങിനുണ്ടല്ലോ, കവിങ്ങിന്റെ കവിങ്ങിന് തെങ്ങിന് ഇതൊക്കെ ഉള്ളതാണ് തൊല. അതേപോലെ മൗസിനുണ്ട്, മൗസ്. അതെ, മൗസിനുണ്ട്, ശരിയാണ്. അതെന്ത് ചെയ്യാണ്? അത് മുകളിലോട്ടല്ല പോകുന്നത്, മുകളിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ താഴോട്ടാണ് വന്നത്. ദാനിയത്താണ് താഴ്ന്നു വരുന്നത്. ആ ഒരു ചിന്ത പോലെ മനുഷ്യനില്ല. മനുഷ്യൻ നാം വളർത്തുന്ന മരങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൽ കൂമ്പ് വന്നിട്ട് അത് ഇങ്ങോട്ട് അത് വളർത്തുന്നതിന് വേണ്ടി തിരിച്ചു തരികയാണ്. മനുഷ്യനാണെങ്കിലോ മനുഷ്യൻ എപ്പോഴും ഞെളിഞ്ഞു നിൽക്കുകയാണ് അള്ളാന്റെ മുന്നിൽ. മനുഷ്യൻ അള്ളാന്റെ മുന്നിൽ കുനിയാൻ സന്നദ്ധമാകുന്നില്ല. അതെന്തുണ്ട്? പിന്നെ എന്താണത്? കുലകൾ, കൂമ്പാളകൾ എന്താണ്? ദാനിയത്തിന് അടുത്തതാണ്. ഇപ്പൊ ജന്നാത്തിൻ മിൻ അനാബിൻ, പിന്നെന്തുണ്ട്? മുന്തിരിയുടെ തോട്ടങ്ങളുണ്ട്. ജെയ്ത്തൂന്റെ ഉണ്ട്, റുമ്മാന്റെ ഉണ്ട്. പിന്നെന്തുണ്ട്? മാങ്ങയുണ്ട്, ചക്കയുണ്ട്. മാങ്ങയും ചക്ക എന്ന് പറയായിരുന്നു, അവിടെ അന്ന് ചക്കയും മാങ്ങ ഇല്ലായിരുന്നോണ്ടാ. മാങ്ങയ്ക്ക് എന്താ പറയുക ഉസ്താദേ അറബിയില്? മാങ്ക. മാങ്ക എന്നാണ് അവര് പറയല്. മാങ്ക മസിർ എന്ന് വന്നാണ് മാങ്ക. ജീമൊക്കെ ഗ എന്നാ പറയാ. അപ്പോഴേ ഇത് നമ്മൾ വായിക്കുമ്പോ ഇനബും ജെയ്ത്തൂനും റുമ്മാനും ഇതൊക്കെയാണ് അവിടെ പ്രസിദ്ധമായ പഴങ്ങൾ. അത് നമ്മള് പിന്നെ ഈത്തപ്പഴം, ആയിരക്കണക്കിന് ഇനം ഈത്തപ്പഴം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിന് ബസറയിലും അതേപോലെ കസീമിലൊക്കെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈത്തപ്പഴത്തിന്റെ ഇനങ്ങൾ അറിയാൻ പറ്റൂ. കസീമിലെ മാർക്കറ്റിൽ പോയി നോക്കണം. കസീമിൽ ഈത്തപ്പഴത്തിന്റെ കമ്പോളം ഉണ്ടാവും. സൗദി അറേബ്യയിൽ അതുപോലെ UAE അവിടെ ഒക്കെ എന്തുണ്ടാവും? ഇതിന്റെ പ്രത്യേക ഫെസ്റ്റിവൽ ഉണ്ടാവും. ആ സമയത്ത്, വിളവെടുപ്പ് സമയത്ത്. ആ സമയത്ത് അവിടെ പോയി നോക്കിയാൽ ഒരുപാട് ഇനം, 15,000 റിയാൽ വിലയുള്ള, കിലോയ്ക്ക് വിലയുള്ള ഇനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാങ്ങ, ചക്ക ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കണം. ഇപ്പൊ ചക്കയ്ക്ക് എന്തെല്ലാം ഇനങ്ങളുണ്ട്, മാങ്ങയ്ക്ക് എന്തെല്ലാം ഇനങ്ങളുണ്ട്.
നമുക്ക് മാങ്ങ കണ്ടാൽ ഓരോ ഇനം വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈത്തപ്പഴങ്ങളുടെ ഇനങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ മദീനയിലെ എന്താ പറയാ ഈത്തപ്പഴം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളുന്ന എല്ലാം ഓക്കെ, അത് ഇവിടെ കൊണ്ട് നോക്കിയാൽ കാശ്മീരിലുള്ള ഈത്തപ്പഴം വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതേസമയം നമുക്ക് മാങ്ങ തിരിച്ചറിയാൻ പറ്റും, അതിനും വിലയുണ്ട്. അപ്പൊ അതും ഇനങ്ങൾ തിരിച്ചു നോക്കുക. ചക്ക ഇനങ്ങൾ തിരിച്ചു നോക്കുക. എന്തെല്ലാം ഇനത്തിലുള്ള ചക്കയുണ്ട്. വരിക്കച്ചക്ക എന്ന് പറഞ്ഞാലും വരിക്കല്ലാത്ത ചക്ക എന്ന് പറഞ്ഞാലും ഓരോന്നിനും ഓരോ വരിക്കച്ചക്കയുടെ തന്നെ വേറെ ഇനങ്ങൾ, പല ഇനങ്ങളുണ്ട്. എന്നിട്ട് പറയാണ് മുസ്തബിഹൻ വഗൈറ മുതശാബിഹ്. അപ്പം മുസ്തബിഹും മുതശാബിഹും ഒരേ അർത്ഥം തന്നെയാണ്. സാദൃശ്യമുള്ളതും മുസ്തബിഹം വഗൈറ മുസ്തബിഹൻ എന്ന് പറയാം. പക്ഷെ അതേപോലുള്ള വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അതാണ് സാഹിതീയമായ ഭംഗി എന്ന് പറയുന്നത് ഖുർആനിൽ. അപ്പോൾ ഈ സാദൃശ്യമുള്ള, പരസ്പര സാദൃശ്യമുള്ളതും സാദൃശ്യമില്ലാത്തതും. അപ്പോൾ അവിടെ നിന്ന് മദീനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈത്തപ്പഴം ഇവിടെ കൊണ്ടുവരുമ്പോൾ കാശ്മീരിലെ ഈത്തപ്പഴം പോലെ. അതേസമയം ഇത് രണ്ടും അറിയുന്നവർക്ക് എടുത്തു നോക്കിയാൽ അത് കൃത്യമായി അറിയാൻ പറ്റും. അപ്പൊ എന്താണ് മുസ്തബിഹും വയർ മുതശാബിഹുമാണത്. നമുക്കറിയുന്ന ചക്ക കണ്ടാൽ നമ്മൾ എല്ലാ ചക്കയും ഒരുപോലെ ഇരിക്കും, പക്ഷെ അത് വ്യത്യസ്തതയുണ്ട്. മുൻറുറൂ ഇലാ സമരിഹി, ആ ഫലങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. മുൻറുറൂ ഇലാ സമരിഹി ഇദാ അസ്മറ, അത് പഴമാകുന്ന ഫലമാകുന്ന സമയത്ത്. ഇദാ അസ്മറ വയൻഇ, അത് പാകമാകുന്ന സമയത്തും. അപ്പൊ ഈത്തപ്പഴം കുലയാകുന്ന സമയത്ത്, മാങ്ങ എന്താ പറയാ കണ്ണിമാങ്ങ ആകുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് അത് വലുതാകുന്ന സമയത്ത്, അത് മൂപ്പറ്റുന്ന സമയത്ത് അതിന് വേറൊരു നിറമായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടാൽ ആ പഴം അല്ലെങ്കിൽ ആ ഫലം മൂപ്പറ്റി എന്ന് നമുക്കറിയാൻ പറ്റും, വിളഞ്ഞു എന്ന് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അത് പഴുത്ത് കഴിയുമ്പോൾ വേറൊരു നിറമായിരിക്കും ഉണ്ടാവുക. ഇതാ അസ്മറ, അത് ഫലം കായ്ക്കുമ്പോൾ, അത് പാകമാകുമ്പോഴും. ഇന്ന ഫീ ദാലിക്കും. അപ്പൊ ഇവിടെ അള്ളാഹ് എന്നുള്ള മഹത്വം, നേരത്തെ അള്ളാഹ് എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോ ദാലിക്കുമുള്ള ശേഷം പറയുന്ന അള്ളാഹിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ടും കും എന്ന വാക്ക് ഉപയോഗിച്ചു കൂടായികയില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഇന്ന ഫീ ദാലിക്കും അഡ്രസ് ചെയ്യുന്നത് ബഹുവചനത്തെ ആയതുകൊണ്ട് ദാലിക്കും എന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആയാത്തിൻ, അതിലും ദൃഷ്ടാന്തങ്ങൾ, തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖൗമിൻ യുഅ്മിനൂൻ, നേരത്തെ പറഞ്ഞ യഅലമൂൻ പറഞ്ഞു, പിന്നീട് യഫ്ഖഹൂൻ പറഞ്ഞു, പിന്നീട് യുഅ്മിനൂൻ പറഞ്ഞു. എല്ലാ സ്ഥലത്തും യഅലമൂനേക്കാളും കുറച്ചുകൂടെ ഡെപ്തിലാണ് യഫ്ഖഹൂൻ ഉള്ളത്. അപ്പൊ ഫിഖ്ഹ് എന്ന് പറഞ്ഞാല് ാണ് ഫിഖ്ഹും വന്നിരിക്കുന്നത്. നമ്മളെ സമയം കഴിഞ്ഞു. അപ്പൊ ഗ്രഹിക്കൽ, ഇവിടെ എന്ത് പറഞ്ഞു? യുഅ്മിനൂൻ, വിശ്വാസമുള്ളവർ എന്ന് പറഞ്ഞു. എന്താ നമ്മൾ ഇവിടെ നിർത്തണോ അല്ല നമ്മള് കംപ്ലീറ്റ് ചെയ്യണോ? ജോലിക്ക് പോകാനുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത പണിക്ക് പോകാനുള്ളവരുണ്ടെങ്കിൽ നമ്മൾ നിർത്തേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ റിവായത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് സമയം പോയത്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. അപ്പൊ ഈ ആശയങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം. എല്ലാം കൊണ്ടും ഏകനായ അള്ളാഹ് മാത്രമാണ് ഉലൂഹിയ്യത്തിന്, ആരാധനാപരമായ എല്ലാ കാര്യങ്ങൾക്കും അർഹനായിട്ടുള്ളത്. മറ്റുള്ളവരൊന്നും ഒരു നിലയ്ക്കുമുള്ള ആരാധനയും അർഹിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ അള്ളാന്റെ വിശേഷണങ്ങളും പ്രത്യേകതകളും ഗുണങ്ങളും അള്ളാഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയും അത് കാര്യങ്ങളെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ അതുകൊണ്ടാണ് പറഞ്ഞത് മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അള്ളാന്റെ മഹത്വം അനുസരിച്ച് ന്യായമായ മഹത്വം അവന് കൽപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇവിടെയാണ് നമ്മള്
തദബ്ബുറിന്റെ പ്രത്യേകതയുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക, അങ്ങനെ ചിന്തിച്ച് വായിച്ച് ഗ്രഹിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. വഅലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം.